ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ 4 തളികളിൽ ഒന്നാമത്തെ തളി ക്ഷേത്രമാണ് കോഴിക്കോട് തളി ക്ഷേത്രം. പരശുരാമൻ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാരെ ശക്തി പഞ്ചാക്ഷരി ധ്യാന രൂപത്തിൽ തളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരശുരാമന് തൻ്റെ ദിവ്യമായ തപസ്സിൻ്റെ ഫലമായി ഉമാമഹേശ്വരന്മാർ ജ്യോതിസ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിസ് ജ്യോതിർലിംഗമായി പരിണമിക്കുകയും ചെയ്തു. ആ ദിവ്യ സാന്നിധ്യം ഈ പ്രദേശത്തിൻ്റെ ഭാവി ഭാഗ്യാനുഭവമാകുന്ന കൽപ്പക വൃക്ഷത്തിൻ്റെ ഉത്തമ ബീജമായി കൽപ്പിച്ച് പരശുരാമൻ തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ശിവലിംഗമാണ് ഇപ്പോഴും ആരാധിക്കപ്പെടുന്നത്. പ്രകൃതിദത്തമായ ഉപചാര പൂജകളെ കൊണ്ടും സിദ്ധന്മാരുടെ ആരാധനകൾ കൊണ്ടും പൂർണ്ണ സാന്നിധ്യത്തോടെ പരിലസിച്ചു പോന്നതാണ് ഈ ചൈതന്യം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ് രാജകീയ ആനുകൂല്യങ്ങളായ താന്ത്രിക ചടങ്ങുകളോടുകൂടിയ ഈ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്നാണ് ഐതിഹ്യം. ജന്മവൈര്യങ്ങളും ശാപങ്ങളും ശാപമോക്ഷങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളുടെ ഭാഗമാണ്. ക്ഷേത്രത്തിൻ്റെ പ്രതാപകാലത്ത് ഈ ക്ഷേത്രം 7 ദിവസം നീണ്ടുനിന്ന രേവതി പട്ടത്താനം എന്ന തർക്ക സദസ്സ് നടത്തിയിരുന്നു. മലയാളം തുലാം മാസത്തിലായിരുന്നു ഈ മഹം നടന്നിരുന്നത്. പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ഈ സമയത്ത് വിരുന്നുകളും സമ്മാനങ്ങളും നൽകിയിരുന്നു. നാരായണീയത്തിൻ്റെ രചയിതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഈ ഉത്സവത്തിൽ സമ്മാനങ്ങൾക്കും ബഹുമതികൾക്കും പാത്രമായിട്ടുണ്ട്. ഉത്തര കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം. തളിയമ്പലം എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പാർവതി സമേതനായ ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ്. കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ പ്രത്യേക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്നുണ്ട്. ഇരു ഭഗവാന്മാർക്കും സ്വന്തമായി കൊടിമരങ്ങളുമുണ്ട്. ഉപദേവതകളായി ഗണപതി, ഭഗവതി, നരസിംഹമൂർത്തി, ശാസ്താവ്, എരിഞ്ഞപുരാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ സമീപം തന്നെ സുബ്രഹ്മണ്യൻ, ശ്രീരാമൻ, വേട്ടയ്ക്കൊരുമകൻ എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളുമുണ്ട്. ഐതിഹ്യമനുസരിച്ച് കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും നിർമ്മാതാവായ പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു. കോഴിക്കോട് സാമൂതിരിപ്പാടിൻ്റെ മുഖ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിൽ അത്യുന്നതമായ ചിട്ടകൾ കൊണ്ടും പ്രസിദ്ധമാണ് തളി മഹാക്ഷേത്രം. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന 4 തളി ക്ഷേത്രങ്ങളിൽ ഒരു തളിയാണ് ഈ ക്ഷേത്രം. ജന്മിവൈരങ്ങളും ശാപങ്ങളും ശാപമോക്ഷങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളുടെ ഭാഗമാണ്. പെരുമാക്കന്മാരുടെ രാജഭരണത്തിലും തുടർന്ന് സാമൂതിരി രാജവംശത്തിൻ്റെ ഭരണത്തിലും ദേവൻ രാജാധിരാജനായി ആരാധിക്കപ്പെട്ടു പോന്നു. സാമൂതിരി രാജവംശത്തിൻ്റെ ഭരണം പ്രശസ്തിയുടെയും പ്രതാപത്തിൻ്റെയും ഉന്നതിയിലായിരുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പോന്നിരുന്ന രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സും അതിൽ പ്രക്ഷോഭിച്ചിരുന്ന 18 കവികൾ ഭാരത ചരിത്രത്തിലെ ഒരു സുപ്രധാന കണ്ണിയായി നിലകൊണ്ടിരുന്നു. ഇവിടുത്തെ പണ്ഡിത പരീക്ഷയും വളരെ പ്രസിദ്ധമായിരുന്നു. ഈ പട്ടത്താനത്തിൽ നിന്നാണ് സാമൂതിരി കോവിലകത്തെയും ഈ ക്ഷേത്രത്തിൻ്റെയും തന്ത്രിയായ ചേനാസ് നമ്പൂതിരിക്ക് ഇന്നുള്ള തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ സാധിച്ചത്. ഈ ഗ്രന്ഥം തളി മഹാദേവൻ്റെയും സാമൂതിരി രാജാവിൻ്റെയും പട്ടത്താനത്തിൻ്റെയും മഹത്വവും സംഭാവനയും ഏതുകാലത്തും
എടുത്തു കാണിക്കുന്നു. ടിപ്പു സുൽത്താൻ, ഹൈദരലി എന്നിവരുടെ ആക്രമണങ്ങളിൽ ഈ ക്ഷേത്രത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ ആക്രമണങ്ങൾക്കു ശേഷം ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ പുനരുദ്ധീകരിച്ചു. ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി മാനവിക്രമൻ എന്ന സാമൂതിരിയുടെ കാലത്തേതാണ്. മേടമാസത്തിലെ വിഷുത്തലേന്ന് കൊടിയേറി കണി കണ്ട് 8-ാം ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ് തളി ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. അങ്കുരാതി മുറയനുസരിച്ച് നടക്കുന്ന ഈ ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി വിശേഷാൽ പൂജകളും കലാപരിപാടികളും ക്ഷേത്രത്തിലുണ്ടാകും. കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് തളിയിലെ ഉത്സവം. എല്ലാ ദിവസവും തിരക്കുള്ള തളി ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ വൻ തിരക്കുണ്ടാവും. മലബാർ മേഖലയിൽ കുടികയറി കണി കാണൽ നടക്കുന്ന 3 പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ക്ഷേത്രം. മറ്റൊന്ന് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രവും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രവുമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലിങ്ക് റോഡ്, കണ്ടംകുളം റോഡ് വഴി 1 കിലോമീറ്റർ വടക്കു കിഴക്കു മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.